ഞാൻ ഡിവിഷൻ 62 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സാമൂഹ്യ വിരുദ്ധരും എല്ലാ പ്രശ്നങ്ങളും ഒരു സ്ഥലമാണ്. അതായത് ഡ്രഗ് ട്രാഫിക്കിംഗ്, രാത്രി പെട്ടെന്ന് കടകൾ വരും, രാവിലെ അത് അപ്രത്യക്ഷമാവും. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എപ്പോഴും കൗൺസിൽ പറയും. ഞാൻ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളായിട്ട് ചേർന്ന് റാൻഡം ചെക്കിംഗ് നടത്താറുണ്ട്. അങ്ങനെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് ഒരു 5:45 ഗേൾസ്, ഞാൻ അവിടെ ഇറങ്ങണമെന്ന് വിചാരിച്ച ആളല്ല. അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇറങ്ങി ഒന്ന് നടക്കാം. അപ്പോൾ 1-2 പേര് ഞാൻ വിളിച്ചു. ഞങ്ങൾക്കൊരു സഭയുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ആദ്യത്തെ കടയിൽ ആളോട് പറഞ്ഞു, നോക്കൂ ചേട്ടാ, ലൈവായിട്ട് ഗ്യാസ് പാടില്ല, ഇന്ന് കൊണ്ടുവന്നതൊക്കെ നാളെ മുതൽ പാടില്ല. അങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു 10 അടി വീതിയുള്ള നമ്മുടെ KMRന്റെ വാക്ക് വേയും കവർ ചെയ്ത് 3 അടി ഉള്ളിലേക്ക് റോട്ടിലേക്ക് ഇട്ടിട്ട് ഒരു വലിയൊരു തട്ടുകട. അപ്പോൾ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നില്ല വയനാടെന്നൊന്നും. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഇങ്ങനെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ DYFIക്കാരാണ്, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഒരു ലൈസൻസും ഒന്നിനും ആവശ്യമില്ല, ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. നമ്മൾ അത് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ വയനാട്ടിലേക്കുള്ള തട്ടുകട എന്നൊക്കെ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് സ്പെസിഫിക് ആയിട്ട് ലൈസൻസ് വേണ്ട ഒരു കാര്യമാണ്. ആർക്കും എവിടെയും കൊണ്ടുവന്ന് വെച്ച് ഭക്ഷ്യവസ്തുക്കൾ വിൽക്കാൻ പാടില്ല. ഇത് ഓപ്പണായിട്ട് കിടക്കുകയാണ്. ഇതിന് ലൈസൻസ് ഇല്ലാണ്ട് എനിക്ക് അനുവദിക്കാൻ പറ്റില്ല. കാരണം ഹൈക്കോടതിയുടെ ഡയറക്റ്റീവ് ഉണ്ട്. ഹൈക്കോടതി മുതൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ വെൻഡിങ് പാടില്ല എന്ന്. അപ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ എളുപ്പമാണ്. എറണാകുളം ഭരിക്കുന്നതും കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ടു ഗെറ്റ് എ ലൈസൻസ്. മേ വിൽ ജസ്റ്റ് സൈൻ ഓൺ ദ ഡോട്ടഡ് ലൈൻസ് ആൻഡ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓൾസോ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഓൾസോ. അപ്പം നിങ്ങൾ നിയമം ലംഘിക്കുന്നത് നിങ്ങൾക്ക് എന്താ അത്ര നിർബന്ധം, പ്രത്യേകിച്ചും ഹെൽത്തിൻ്റെ കാര്യമായതുകൊണ്ട്. അപ്പോൾ ഞാൻ പോലീസിനെ അലേർട്ട് ചെയ്തു. പോലീസുകാർ വന്ന് സംസാരിച്ചപ്പോൾ അപ്പോഴേക്കും അവരും കുറേ പേരെ അലേർട്ട് ചെയ്തു. കുറേ പേര് വന്നു. അവർ പോലീസുകാരോട് പറഞ്ഞു, ഈ സ്ത്രീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇവിടെ മാത്രമേ ചെയ്യാൻ വിചാരിച്ചെന്നുള്ളൂ, ഇനി കേരളം മുഴുവനും നിയമലംഘനം നടത്തും. 25 വീട് വയനാട്ടിലേക്ക് വച്ചു കൊടുക്കാമെന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വച്ചു കൊടുക്കും. അതേ അല്ല പ്രശ്നം. ലൈസൻസ് എടുത്ത ആഹാരത്തിൻ്റെ, വേറെ ഒന്നുമല്ല, വസ്ത്രങ്ങളൊന്നുമല്ല ചെയ്യുന്നതാണ് പ്രശ്നം. വേറെ ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ സംഘിണി, ചാണകം തീനി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവർ ഇൻസൾട്ട് ചെയ്തു. ബട്ട് ഐ ജസ്റ്റ് കെപ്റ്റ് മൈ കൂൾ. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, കുറേ പേര് വന്ന് നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, എന്താണ്, 2 പൊറോട്ടയും ബീഫും അവരുടെ അണ്ണാക്കിലേക്ക് കുത്തി ഇറക്കി കൊടുത്താൽ തീരാവുന്ന ചൊറിച്ചിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇദ്ദേഹം പറഞ്ഞു, ഇവരെ കണ്ടിട്ടൊരു ഭിക്ഷക്കാരിയാൻ തോന്നുന്നില്ല, ഇവരൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ നിങ്ങളെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ ദോശ ചുടുന്ന അതിൽ എന്നെ ഇരുത്തിയാൽ തീരുന്നതേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പറയാവുന്നത് അസഭ്യമായിരിക്കാം, എൻ്റെ ചന്തി മാത്രമായിട്ട് ചുട്ടെടുക്കരുത്, എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റില്ല. ചുടുവാണെങ്കിൽ എന്നെ ഒറ്റയടിക്ക് ചുട്ടു കൊന്നിരിക്കണം. ഒരു പേഴ്സൺ ജീവൻ പോലും ബാക്കി വെച്ചാൽ ശക്തമായി ഞാൻ പ്രതികരിച്ചിരിക്കും. SCS മേനൻ്റെ മകളാണ് ഞാൻ എന്ന് പറഞ്ഞു. എന്താണ്, അതുപോലെ എൻ്റെ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഡെങ്കു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തുറന്നിട്ട് അപ്പോൾ ഇതെവിടെ എക്സ്പോസ് ചെയ്യുക, അതൊക്കെ ഞങ്ങൾ എക്സ്പോസ് ചെയ്തിരിക്കും, നിങ്ങളതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് വയലൻ്റായി. അപ്പോൾ ഇങ്ങനെ ഞാൻ സൈലൻ്റ് നോക്കുമ്പോൾ സന്ദീപ് വാചസ്പതി എന്ന് പറഞ്ഞ ഫോൺ, ഞങ്ങളുടെ BJPയുടെ സ്റ്റേറ്റ് സ്പോക്സ് പേഴ്സണാണ്. ഞാൻ വേഗം ആ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ സന്ദീപ് പറഞ്ഞു, ചേച്ചിയുടെ അടുത്തൊരാൾ നിന്നിരുന്നില്ലേ, അപ്പം നോക്കുമ്പോൾ കാണുന്നില്ല, എനിക്കറിയുന്ന ആളല്ല. അദ്ദേഹത്തിന് ഇവർ അടിച്ച് തമ്പോറാക്കി റോഡിലിട്ടേക്കും, ചേച്ചി അത് വേഗം അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ ഈ പോലീസുകാർ വന്ന് പറഞ്ഞപ്പോഴും ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യുള്ളൂ, ഞങ്ങൾ നിയമം ലംഘിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, കേരളം മുഴുവനായി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മേയർ മുതൽ എല്ലാ സ്ഥലത്തും ചെയ്തോളൂ, പക്ഷേ എൻ്റെ ഡിവിഷനിൽ ലൈസൻസ് ഇല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ബക്കറ്റ് പിരിവിന് ഇപ്പോൾ വലിയ സ്കോപ്പില്ലല്ലോ. അപ്പോൾ തുടങ്ങിയിരിക്കുക. ഞാൻ പറഞ്ഞു, 4 മണി വരെ നിങ്ങളെപ്പോൾ 4 മണിയിൽ നിൽക്കും, ഒരു പ്രശ്നമില്ല, ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, 4 മണി 5 മണി ഞാൻ ഇവിടെ ഇരിക്കും, എത്ര രൂപ ഈ കുടുക്കയിൽ വീണുവെന്ന് എണ്ണി നിങ്ങൾ തിട്ടപ്പെടുത്തിയിട്ടേ ഞാൻ പോകുള്ളൂ, ഒരു പ്രശ്നവുമില്ല, ഞാനും ദോശ കഴിച്ചോളാം, ഞാനും അതിൻ്റെ പൈസ ഇട്ടോളാം, പക്ഷേ എത്ര രൂപ ഈ കുടുക്കയിൽ വീണുവെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ സന്ദീപ് വേഗം ഞാൻ പോലീസുകാരൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു ഫോൺ. അപ്പോൾ പോലീസുകാർ എന്തോ പറഞ്ഞു, അങ്ങേർക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല, അങ്ങേര് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ സന്ദീപ് പിന്നെ എന്നെ വിളിച്ചിരുന്നു, ചേച്ചി ഇതൊരു DYFIക്കാരുടെ ഇഷ്യൂ അല്ല, ഒരു ജീവൻ്റെ പ്രശ്നം, അയാൾ അവിടെ കിടക്കുകയാണ്, ചേച്ചി ഒന്ന് ചെല്ലുമെന്ന് പറഞ്ഞു. വേഗം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ ചെന്നപ്പോൾ അങ്ങനെ വേച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഇവിടെ വലിയൊരു ബൾജ്, ഷർട്ട് പുരപ്പ് ഇവിടെ മുഴുവൻ ഇടിച്ച് തമ്പോറാക്കിയേക്കണു. അപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നൊരു ഗവൺമെൻറ് സെർവൻ്റാണ്, ഇവിടെ എങ്ങും താമസിക്കുന്ന ആളല്ല. എന്താണ്, അദ്ദേഹം പോകുമ്പോൾ ഇതാക്കിയിട്ട് അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് പോയി ഒരു ബൈലൈനിലേക്ക് വലിച്ചിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചി കയറിയിരുന്ന് ഇടിച്ച് തമ്പോറാക്കിയത്. അതായത് ജീവൻ രക്ഷാ പ്രവർത്തനം.
പരാതിയുടെ ഉള്ളടക്കം മെയിനായിട്ട് ലൈസൻസ് ഇല്ലാണ്ട് തട്ടുകട നടത്തി. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഇവരെല്ലാം കളയുന്നു പറഞ്ഞല്ലോ, 3 കൂട് ചവറ് വേസ്റ്റ് വെച്ചിട്ടുണ്ട്, അന്ന് അടച്ചിട്ട് പോലുമില്ല. അത് മുഴുവൻ വലിച്ചിങ്ങനെ ചിക്കി പറിച്ചിട്ടിട്ടുണ്ട്. അത് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊണ്ട് കാണിച്ചു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ, പ്രത്യേകിച്ച് നിയമം അനുസരിക്കേണ്ടത് അവരാണല്ലോ. തട്ടുകട നടത്തിക്കോട്ടെ, പക്ഷേ അതിൻ്റെ നിയമങ്ങളനുസരിച്ച്. പിന്നെ എന്നെ പറ്റി പറഞ്ഞ അസഭ്യം മാത്രമല്ല, ഈ സഹോദരന് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനം, അതിനെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനാണ്. അദ്ദേഹം വർക്കിംഗ് ഗവൺമെൻറ് ഓഫീസിലാണ്, കൊച്ചുകുട്ടികളുണ്ട്, വീട്ടിൽ ഫാമിലി ഉണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പിടിച്ചു വലിച്ചാണ് ഓട്ടോറിക്ഷ കയറ്റിയത്. ജനലാശുപത്രി കൊണ്ടുപോയില്ല. അവിടെ DYFIക്കാർക്ക് കയറി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, എന്നെ കണ്ടിട്ട് ഒരു ഭിക്ഷക്കാരിയാണെന്ന് തോന്നുന്നില്ല, അവരൊന്നും ചോദിച്ചില്ല. എന്നൊപ്പം നിന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ അസഭ്യം പറയുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത്, ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചു, ഇൻക്ലൂഡിങ് ദ ഹെൽത്ത് ഇൻസ്പെക്ടർ, നൈറ്റ് പെട്രോളിംഗ് ടീമിനെ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവരവിടെ പോയിട്ട് കടയിൽ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ നോക്കിയോ എന്ത് തരത്തിലുള്ള സാധനമാണ്, നിങ്ങൾ ചെക്ക് ചെയ്തോ, പറോട്ട അടിക്കുന്ന ആളുടെ കയ്യിൽ അഴുക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്തോ? അതൊന്നും ഞങ്ങൾ ചെയ്തില്ല, കാരണം അവർക്കും ജീവനിൽ കൊതിയുണ്ടല്ലോ. അപ്പോൾ അവരതൊന്നും ചെയ്തിട്ടില്ല, അവരൊന്നും മാറ്റിയിട്ടില്ല. മേയറിനെ പല പ്രാവശ്യം വിളിച്ചു, മെസ്സേജ് അയച്ചു, മേയർ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന സ്ഥലം കണ്ടു. അവരും പ്രത്യേകിച്ച് എല്ലാവർക്കും പേടിയാണ്. പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ താഴെയുള്ള ഈ ഗുണ്ടാ പോലീസുകാരെ നേരിടാനായിട്ട് പേടിയാണ്. അല്ലെങ്കിൽ ഇത്രയും പരസ്യമായിട്ട് അവർ സംസാരിക്കില്ലല്ലോ. ഒരു കൗൺസിലറാണെന്ന് അറിഞ്ഞിട്ട് ഹൈക്കോടതി വിധിക്കെതിരെ അവർ പറഞ്ഞ് അവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കേരളം മുഴുവൻ നടത്തുന്നതാണ്.